നമസ്കാരം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടെക്സ്റ്റിനെ കുറിച്ചായിരുന്നു. ടെക്സ്റ്റ് എങ്ങനെ ആനിമേറ്റ് ചെയ്യാം, ക്രോളിങ് നമ്മുടെ രീതിയിൽ എങ്ങനെ കസ്റ്റമായിട്ട് ആനിമേറ്റ് ചെയ്യാം, ബോൾഡ്, ഇറ്റാലിക്, പല രീതിയിലുള്ള ഗ്രേഡിയൻറ്റ് കളറുകൾ എങ്ങനെ കൊടുത്ത് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടെക്സ്റ്റ് എന്നൊക്കെ ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ പ്രീമിയർ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യാം, എന്താണ് ഗ്രീൻ സ്ക്രീൻ, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയാം എന്താണ് ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയാം. മിക്ക സിനിമകളിലും ന്യൂസ് ചാനൽസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയാസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിഷ്വൽ, അതായത് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനായിട്ട് എന്ത് ചെയ്യണം, ഫയലിൽ വന്നിട്ട് ന്യൂവിൽ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കി പ്രസ് ചെയ്തു, യെസ് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോയത്. അപ്പോൾ വീണ്ടും ഞാൻ പരിചയപ്പെടുത്തില്ല എന്താണ് പ്രൊജക്റ്റ്, എന്താണ് സീക്വൻസ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞു പോകാത്തത്. ഓക്കെ, ഞാൻ വീണ്ടും ഫയലിൽ വന്നു, ന്യൂവിൽ സീക്വൻസ് ഇങ്ങനെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഫയലിൽ ന്യൂവിൽ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാണ്. പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്രീൻ സ്ക്രീനും മറ്റ് വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടിൽ എന്ത് ചെയ്യാണ്, ഒരു ഗ്രീൻ സ്ക്രീൻ വിഷ്വൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് വലിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എഫ് ഡ്രൈവിൽ ഗ്രീൻ സ്ക്രീൻ എന്നൊരു ഫോൾഡറിൽ ഇപ്പോൾ ഇതുകൊണ്ടാണ്. ഇത് നോക്കി, ഇതാണ് ഗ്രീൻ സ്ക്രീനിൻ്റെ വിഷ്വൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടൈമിലേക്ക് വലിച്ചിട്ടു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഗ്രീൻ സ്ക്രീൻ, അതായത് ഒരു ഗ്രീൻ കളറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്യാമറയുടെ മുമ്പിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ നോക്കിയാൽ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ഗ്രീൻ സ്ക്രീൻ കർട്ടൻ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാം, ഗ്രീൻ സ്ക്രീൻ കർട്ടൻ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാം, നമ്മൾ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു വീഡിയോസോ എന്തെങ്കിലും ഒരു ഇമേജോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഓഡിയോ എന്ത് ചെയ്യാണ്, അൺലിങ്ക് ചെയ്ത് കളയാണ്. ഇതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു വിഷ്വലും കൂടെ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഇമേജ് ആദ്യം ഇടാം, എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇമേജ് കൂടി എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു വയലറ്റ് കളറുള്ള പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കാണാൻ പറ്റില്ല. അതിന് പകരം എന്താ കാണുന്നത്, ഒരു ഗ്രീൻ കർട്ടൻ, അതായത് ഒരു ഗ്രീൻ കളർ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അതായത് പിന്നെ പറയുകയാണെങ്കിൽ, ഇത് നമ്മളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊരു ആളാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ്, ഇതൊരു മനുഷ്യൻ്റെ, അതായത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഗ്രീൻ കളർ. ഈ ഗ്രീൻ കളർ എന്തെങ്കിലും വേണം, കട്ടായി പോയിട്ട് ഈ ഒരു പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈവായിട്ട് കാണിക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എഫക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് അൾട്രാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പ്രീമിയർ CC യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യുക. CHORAMAKEY ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യും. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 2017, 18, 19 ആ ഒരു വേർഷനൊക്കെയാണ് യൂസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, അൾട്രാക്കി യൂസ് ചെയ്യും. ULTR കണ്ടോ, ഇതെന്ത് ചെയ്യുക, അതിനുള്ളിലേക്ക് വലിച്ചിടാം. അതിൻ്റെ അടിയിലേക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ടാൽ ഗ്രീൻ സ്ക്രീനിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടാം. അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട സമയത്ത് നോക്കി നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കളർ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കളർ കീ ഇതെന്താ, ബ്ലാക്കാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലാക്ക് കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രീൻ കളറിലേക്ക് വന്നിട്ട് ജസ്റ്റ് നോക്കി പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കി കേട്ടോ, അത് കറക്റ്റായിട്ട് കട്ടായി പോകും കേട്ടോ. കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ആ ഗ്രീൻ അവിടെ നിന്ന് കട്ടായി പോയിട്ട് ഇതിൻ്റെ അടിയിൽ ഏതൊരു വീഡിയോസാണോ ഇമേജസാണോ ഇട്ടിരിക്കുന്നത്, ആ ഇമേജ് എന്ത് ചെയ്യും, ഇവിടെ കയറി വരും. ഓക്കെ,
ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് വരികയാണ്. നമുക്ക് ഇവിടുന്ന് ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഐ ഡ്രോപ്പർ എന്നൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ഡ്രോപ്പർ എന്താണ്, ഗ്രേഡിയൻ്റ് എന്താണ്, ഇതൊന്നും അറിയാത്തവർ എന്ത് ചെയ്യുക, ആപ്പിൽ നിന്നും ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഈ ഐ ഡ്രോപ്പറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഐ ഡ്രോപ്പർ എടുത്തു. ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്രീൻ കളറിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് നോക്കി, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിപ്പോയി, ആ ക്ലിപ്പ് എന്തായിപ്പോയി, കട്ടായിപ്പോയി. മനസ്സിലായോ? നമ്മൾ ആ ഗ്രീൻ കർട്ടൻ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഏതൊരു ഇമേജാണോ, അല്ലെങ്കിൽ ഇമേജ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്താണോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ലൈവ് പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, ആനിമേറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി ആനിമേറ്റ് ചെയ്യുന്നുണ്ടായിട്ടോ, കണ്ടോ. ഇതിപ്പോൾ ഗ്രീൻ്റെ ആ ഒരു കർട്ടൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് ഈ സംഭവം മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ജംഗിളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ക്ലിപ്പ് എന്ന് അടിച്ചെടുത്തതിന് ജംഗിൾ ഇമേജ് എന്നൊക്കെ അടിച്ചെടുത്താൽ ഇഷ്ടംപോലെ ഇമേജസ് കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ ഒരു ലൈൻ്റെ ഇത് പോകേണ്ടതെന്ന് വയ്ക്കും. ഇപ്പോൾ ഇത് ബ്ലാക്ക് വരാൻ കാരണം ഗ്രീൻ സ്ക്രീൻ ഓൾറെഡി അവിടെ നിന്ന് കട്ടാട്ടോ, അതുകൊണ്ടാണ് ബ്ലാക്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇമേജ് വലിച്ചിട്ടു. സ്കെയിൽ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിയേ കണ്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെയും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, സ്കെയിൽ ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ ഈ രീതിയിൽ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും, കണ്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് പ്രീമിയർ സോഫ്റ്റ്വെയർ, പ്രീമിയറിലെന്നല്ല, നമ്മൾ എന്ത് ചെയ്യാം, ഗ്രീൻ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഗ്രീൻ സ്ക്രീനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.